പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. എല്ലാവരും ഒരു സമയത്ത് കോടിയൊക്കെ വെച്ച കാറിൽ ജില്ലാ കളക്ടറായി പറന്നു വരുന്നൊക്കെ സ്വപ്നം കണ്ടുവന്ന് വരാം. IAS, IFS, IPS ഈ 3 പരീക്ഷകൾ കടക്കുക എന്ന് പറയുന്നത് ഒരുപാട് മലയാളികൾ ശ്രമിക്കുന്നതാണ്. ഒരുപാട് അക്കാദമികളും ഇത്തരം സ്ഥാപനങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതിലൊക്കെ തന്നെ പ്രമുഖമായ ഒരു സ്ഥാപനമുണ്ട്, വേദിക് IAS അക്കാദമി. ഈ വേദിക് IAS അക്കാദമിയുടെ ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ നമുക്കിപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, MG സർവകലാശാലയുടെയും അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ ബാബു സെബാസ്റ്റ്യനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചോദിക്കാനുണ്ട്. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, യു ആർ മോസ്റ്റ് വെൽക്കം ടു മോർണിംഗ് ഷോ. ഓക്കെ, കുറേ കാലം എങ്ങനെ കണ്ടിട്ട് വളരെ സന്തോഷം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ IAS പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണോ? താരതമ്യേന മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വേദിക് അക്കാദമി, അതിനിടെ ചോദിക്കട്ടെ, എന്താണ് ഈ വേദിക് അങ്ങനെ പേരിടാൻ? വേദിക് എന്നൊരു വളരെ ഒരു സെക്യുലർ നെയിമാണ്. VEDHIK ആണ് അതിന്റെ മീനിങ്, ഫുൾ ഓഫ് നോളജ്. അങ്ങനെയാണ്, കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു മിഷനാണ് ഇതിന്റെ. ഈ അക്കാദമി പ്രവർത്തിക്കാൻ തുടങ്ങി എത്ര കാലമായി? ഇതിപ്പോൾ 4ാം വർഷത്തിലാണ്. ഈ 4 കൊല്ലത്തിനിടയിൽ കുറച്ച് IAS-കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ? ഫസ്റ്റ് ബാച്ച് നമ്മൾ പരീക്ഷയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനു മുൻപ് 1994 മുതൽ ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ 186 വിദ്യാർത്ഥികളെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് വിജയിപ്പിച്ചു വിടുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ട് സാധിച്ചു. അതിൽ 32 പേര് IAS-ലുണ്ട്, 9 പേര് IFS-ലുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ആരാണ്? കേരളത്തിലെ ടോപ്പേഴ്സ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആണ്. ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഹരിത B. കുമാർ, സെക്കൻഡ് റാങ്ക് ഇന്ന് വയനാട് ജില്ലാ കളക്ടറായി നിൽക്കുന്ന ഡോക്ടർ രേണുരാജ്, തേർഡ് റാങ്ക് ശിവദാസ് നായർ MLA-യുടെ മോൾ S. അശ്വതി, ഒരു ഡോക്ടർ അൽബി, ദെൻ 4th റാങ്ക് TV അനുപമ, പഴയ തൃശ്ശൂർ ആലപ്പുഴ കളക്ടർ, 8th റാങ്ക് ഹരികിഷോർ. ഇവരെല്ലാവരും എൻ്റെ വളരെ പ്രിയപ്പെട്ട. ഒരു സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ, വലിയൊരു ഒരു ബലമുണ്ട് ഇതിൻ്റെ അകത്ത്. അതെ, ഒരു സിവിൽ സർവീസ് പരീക്ഷ, പലപ്പോഴും ഇത്തരം പരീക്ഷകൾ എഴുതുന്ന കുട്ടികളൊക്കെ പറ്റി സമ്പന്ന വർഗത്തിൽ ജനിക്കണം, വലിയ ധനാഠ്യരുടെ മക്കളായിരിക്കണം, പിടിപാടുകൾ വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സാധാരണക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്ന എക്സാമാണോ സിവിൽ സർവീസ് പരീക്ഷ? നിശ്ചയമായിട്ടും. അവിടെയാണ് ഇത് സമീപകാലത്ത് ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് വരും. നമുക്ക് തന്നെ അറിയാം, ഓർഫനേജിൽ നിന്ന് വന്ന സ്റ്റുഡൻസ്, ഇപ്പോൾ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് കടന്നുപോയ ഒരു കുട്ടി ഇന്ന് നാഗാലാൻഡിൽ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, കണ്ണൂരുകാരനാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ കുട്ടികൾ മുഴുവൻ ഒരു മോർ ദാൻ 70% ഒരു വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ നിരന്തര പരിശ്രമം കൊണ്ടൊരു ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട്. സ്വപ്നം കാണുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു, അവർ ഉയരത്തിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ ഈ ഓരോ വർഷവും പാസ്സാകുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ സ്വീകരണം കൊടുക്കുമ്പോൾ 2 ദിവസത്തെ ആ ഒരു സ്വീകരണ സമ്മേളനത്തിൽ അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ണീരോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അത്രയും താഴ്ന്ന ലെവലിൽ നിന്ന് കടന്നു വന്ന വലിയ ലെവലിലേക്ക് പോകുന്ന കുട്ടികളെയാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. ഈ 2 സർവകലാശാലകൾ വൈസ് ചാൻസലറായിട്ട് ഇരുന്നു. അങ്ങനെ ഇരുന്ന ഒരാൾ സർവകലാശാലകളിലെ ലാവണം കഴിയുമ്പോൾ ഈ IAS പരീക്ഷ എഴുതിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? ഇത്തിരി ബിസിനസ്സാണോ? അല്ല, ഇത് ബിസിനസ് അല്ല. ഇത് കാരണം ഞങ്ങൾക്കിപ്പോൾ തന്നെ പറഞ്ഞാൽ ഏതാണ്ട് 25,000-ലധികം കുട്ടികൾ ഞങ്ങളുടെ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട്. അതിൽ 6,000-ഓളം കുട്ടികളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് 1 രൂപ പോലും ഫീസ് വാങ്ങാതെ പഠിക്കുന്നതാണ്. മഞ്ജു വാര്യർ 10 കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സാറിനറിയത്തില്ല, 24 ചാനൽ 7 കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിന് കിട്ടിയ 1 കോടി വന്ന പണം അങ്ങനെ 7 കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് തരാം. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് അവർ IAS-ലെത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പില്ലെങ്കിലും ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിൽ വലിയ പദവിയിൽ അവരുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ ഒരു ക്യാച്ച് ദം യങ്, വളരെ കുട്ടിക്കാലത്ത് ഇതിൽ പരിശീലിപ്പിക്കണോ, അതോ അങ്ങ് പറയുന്ന ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാൽ മതി? എങ്ങനെയാണ് അങ്ങയുടെ ഒരു അഡ്വൈസ് കുട്ടികൾക്ക്? സിവിൽ സർവീസിൻ്റെ സിലബസ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ NCERT-യുടെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകവും സിലബസും പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പഠനം ആരംഭിക്കേണ്ടത് 8ാം ക്ലാസ്സിലാണ്. 8, 9, 10, 11, 12-ലെ സോഷ്യൽ സയൻസ് വിഷയങ്ങളാണ് സിലബസ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹർഡിൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു 4 എലമെൻറ്റ് വേറെയുണ്ട്. മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് എബിലിറ്റി, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അപ്പോൾ വേദിക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും 25,000 സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നതിൻ്റെ കാരണം
ഞങ്ങൾ ആദ്യം ഒരു കുട്ടി നമ്മൾ ജോയിൻ ചെയ്താൽ ആദ്യം ആ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി എന്താണ് ഈ കുട്ടിയുടെ ഇന്നേറ്റ് എബിലിറ്റി എന്ന് പരിശോധിക്കും. അതിനുശേഷം അവൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും വിലയിരുത്തിയിട്ട് അവൻ്റെ ഒരു എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ 1000 മണിക്കൂർ ചിലവഴിക്കുന്നത്. മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് എബിലിറ്റി, മെമ്മറി, ഇങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടി ലോകത്തിലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും എഴുതിയാൽ ടോപ്പിലെത്തും. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ മക്കൾ IAS ആയോ? ഇല്ല, എനിക്കൊരു മകനേ ഉള്ളൂ. ആ, അവന് സഞ്ചരിച്ചത് യോഗ തെറാപ്പിയുടെ വഴിയിലാണ്. IAS വഴി പോയില്ല. ഇല്ല, അവന് ഏറ്റവും അവൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഗ തെറാപ്പിയിൽ MSc കഴിഞ്ഞ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിജിയുടെ ഗുരുനാഥനായ ഡോക്ടർ നാഗേന്ദ്രയുടെ കീഴിൽ യോഗ തെറാപ്പിയിൽ അവൻ്റെ റിസർച്ച് ഗവേഷണം അവൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. ഭാര്യയും ഇത് അറ്റംപ്റ്റ് ചെയ്തില്ലല്ലോ? ഇല്ല, ഭാര്യ എന്താ ചെയ്യുന്നത്? ഭാര്യ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രൊഫസറായിരുന്നു, HOD ആയിരുന്നു, റിസർച്ച് ഗൈഡായിരുന്നു. അതിനുശേഷം MSc അതിൻ്റെ ഭരതനാട്യത്തിൽ MSc കഴിഞ്ഞ് ഇപ്പോൾ അതിൽ റിസർച്ച് ചെയ്തു. അല്ല, എൻ്റെ സംശയം, വീട്ടിലാരെയും IAS കൂട്ടിയില്ല, അപ്പോൾ നാട്ടിലുള്ള കുട്ടികളെ IAS കൂട്ടി, അതിനകത്ത് രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇത് ശരിക്കും നിങ്ങളിത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏത് നഗരത്തിലാണ്? വേദിക അക്കാദമി നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എറണാകുളത്താണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ബഹ്റിൻ ഓഫ് ക്യാമ്പസുകളുണ്ടോ? ഓഫ് ക്യാമ്പസുകളുണ്ട്. നാഗാലാൻഡ് മുതൽ നമുക്ക് ഓഫ് ക്യാമ്പസ് സെൻ്ററുകളുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ഓഫ് ക്യാമ്പസുകളിലും ഡയറക്റ്റുമായിട്ട്. ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ചേർത്ത് നമുക്കിപ്പോൾ 30,000-ഓളം സ്റ്റുഡൻസ് കുട്ടികൾ പഠിക്കുന്നു അല്ലേ? ചെറിയ ഫീസാണ്. ഒരു കുട്ടിക്ക് ആകപ്പാടെ ഒരു കോച്ചിങ് 6 കൊല്ലത്തെ കോച്ചിങ് പൂർത്തിയാകാൻ വേദിക്ക് വാങ്ങുന്നത് 30,000 റുപ്പീസ് മാത്രമേ വാങ്ങൂ. അത്രേ ഉള്ളൂ. ചെറിയ ഫീസിലാണ്. ഈ വേദിക് അക്കാദമി ശരിക്കും ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ ഈ വേദിക് അക്കാദമിയുടെ കീഴിൽ? വേദിക് അക്കാദമിയിൽ ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന സാന്റാ മോനിക്ക സ്റ്റഡി അബ്രോഡിന്റെ ചെയർമാൻ ഡെന്നി തോമസുമാണ്. ഇത് ഞങ്ങൾ ഒറ്റ കമ്പനിയായിട്ടാണ് ഉണ്ട്. പിന്നെ ജെയിംസ് മറ്റം ഞങ്ങളുടെ CEO ആയിട്ട് പ്രവർത്തിക്കും. ചാണക്യ അക്കാദമിയുടെ പഴയ ഡയറക്ടറായി. ഞങ്ങൾ 3 പേരുമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, അക്കാദമിക് കാര്യങ്ങളിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്ന് പല കാലങ്ങളായി റിട്ടയർ ചെയ്ത 30ഓളം മുൻ ചീഫ് സെക്രട്ടറിമാരുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ നേതൃത്വത്തിൽ DGPമാരുണ്ട്. എന്നെ കൂടാതെ 8 വൈസ് ചാൻസലർമാരുണ്ട്. ഹാർഡ്വാർഡ് പ്രൊഫസർ. റിട്ടയർ ചെയ്ത വൈസ് ചാൻസലർ നേരെ ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലമായതല്ലേ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളൊരു എനിക്കൊന്ന് മറ്റൊരു സാറ്റലൈറ്റ് കോഴ്സ് നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ, ട്രിപ്പിൾ IT. അതെന്താണ് ശരിക്കും? സത്യത്തിൽ ഈ ഞങ്ങളുടെ കുട്ടികളെ അവർക്കൊരു ഓപ്ഷൻ B എന്താണെന്നുള്ളത് കുട്ടികൾ ചോദിച്ചു. സാർ IAS കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പണ്ട് നമ്മൾ ഗൾഫിലേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ലിഫ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ പ്ലംബിങ് പഠിച്ചു പോകുന്നത് പോലെ ഇന്നും ആ ട്രെൻഡ് മാറി, ടെക്നോളജി മാറി. സൈബർ ലോകത്തിൽ ഇന്ന് സൈബർ സ്പേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അത് അറിഞ്ഞുകൂടെ. ഉദാഹരണമായിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി, നമ്മളെപ്പോലെയുള്ള സ്ഥാപനം നടത്തുമ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് സയൻസ്, ബിഗ് ഡാറ്റ അനലൈസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ കുട്ടികളുണ്ടല്ലേ? ധാരാളം കുട്ടികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഹയർ സെക്കൻഡറി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈമായിട്ട് ജോലി കിട്ടാനുള്ള വളരെ സാധ്യതയുള്ള കോഴ്സ്. പിന്നെ അതുമാത്രമല്ല, ഈ എൻട്രൻസ് എഴുതി കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് MTechന് പോകണമെങ്കിൽ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തന്നെ കോഴ്സാണ്, സർട്ടിഫിക്കറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് പറയാറുണ്ട്, ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞ് 1 കൊല്ലത്തെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെ ഓൺലൈനായിട്ട് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് വിക്ടേഴ്സ് ചാനൽ. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ ആ ചാനലിൻ്റെ അമരത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ചാനൽ ഭ്രമം പിടിപെട്ടു അതോ സർക്കാർ അങ്ങോട്ട് നിയമിച്ചത്? അല്ലല്ല, അത് സത്യത്തിൽ ഇത് നമ്മൾ ആദരവോടുകൂടി ഓർമ്മിക്കേണ്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെയാണ്. അപ്പോൾ ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിനെ ഒരു ദിവസം സാറ് പറഞ്ഞു, സെബാസ്റ്റ്യൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു ടെലികാസ്റ്റ് സംതിങ്. അപ്പോൾ ഇത് അധ്യാപക ട്രെയിനിങ്ങിന് മാത്രമല്ല, ഇത് നിങ്ങൾക്കൊരു ചാനലായി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങളുടെ നമ്മൾ സാധാരണ കേരളത്തിൽ ദാരിദ്ര്യം പറയുന്ന പോലെ പണമില്ല. അപ്പോൾ സാറ് പറഞ്ഞ 6.25 കോടി രൂപ ഇസ്രോയിൽ നിന്ന് അനുവദിച്ച് എക്യുപ്മെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള, സാറിന് അറിയാമല്ലോ, സ്റ്റുഡിയോയിൽ പൂജപ്പുര സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് റെക്കോർഡഡ് കണ്ടൻറ്റ് എയർ ചെയ്യുക, അതല്ലെങ്കിൽ പിന്നീട് ലൈവായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ. ഇപ്പം പരീക്ഷയ്ക്ക് പഠിക്കുവാൻ ഉള്ള സമയത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് കുട്ടികൾ ഇതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ സാധിച്ചുവെന്ന് മാത്രമല്ല, ഇത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 24/7 365 അതിൽ സർവീസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു. നമ്മൾ ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ
ചിലപ്പോൾ ഈ പരിപാടി കണ്ടിരിക്കുന്നുണ്ടാവും. അവരൊക്കെ തന്നെ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനും അഖിലേന്ത്യാ സർവീസിൽ കടക്കാനും ഒക്കെ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഭാഗമാകാൻ കഴിയാത്ത കുട്ടികളും പരീക്ഷ എഴുതിയെന്ന് വരും. അവരോട് അങ്ങ് എന്ത് പറയും? കാരണം ഇപ്പോൾ വേദിക് അക്കാദമിയെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്നുപെടാൻ ഭാഗ്യം കിട്ടാതെ പോകുന്ന കുട്ടികളോട് അങ്ങ് എന്ത് പറയും? രണ്ടു കാര്യങ്ങൾ ആണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞാൽ നോളജിൻ്റെ ലോകം അല്ല. നോളജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി വന്നതോടുകൂടി എനിവെയർ ആൻഡ് എവരിവെയർ. ഇന്ന് ഗ്ലോബൽ റിക്രൂട്ട്മെൻറ്റിൽ പരിശോധിക്കപ്പെടുന്നത് നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതൊരു വലിയൊരു ഇതാണ്, ദ ആർട്ട് ഓഫ് കൺവിൻസിങ് അതേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് എബിലിറ്റി കൂടി എൻഹാൻസ് ചെയ്തു പോയില്ലെങ്കിൽ പരീക്ഷയിൽ എഴുതി നേടുവാൻ സാധിക്കില്ല, ഫൈറ്റ് ചെയ്ത് നേടുന്ന ലോകത്തിലേക്ക് മാറുകയാണ്. പേപ്പറും പേനയും ഉപയോഗിച്ച് നേടാവുന്ന നേട്ടത്തിൻ്റെ കാലഘട്ടം ഏതാണ്ട് അവസാനിക്കുന്നു. ഇത് സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ കഴിവുകൾ താൻ തന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് കയറി, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോയി, അതല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശശി തരൂരൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ അത് UN സിവിൽ സർവീസാണ്, യങ് പ്രൊഫഷണൽ പ്രോഗ്രാം. 5 ലെയറാണ് അതിൻ്റെ ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ, അതിൽ ജയിച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷ, അതിൽ ജയിച്ചാൽ പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇൻ്റർവ്യൂ, ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ലിസ്റ്റിംഗ് വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ജന്മസിദ്ധമായിട്ടുള്ള സർവ്വ കഴിവുകളും പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഇന്നത്തെ ലോകത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാഠപുസ്തകത്തിലെ നോളജിനൊപ്പം തന്നെ ജീവിതത്തിൽ ഭാവിയിൽ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ശേഷികൾ, എബിലിറ്റികൾ, സ്കിൽസ് കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം വർദ്ധിപ്പിച്ചാൽ നാളത്തെ ലോകം അവർക്ക് വേണ്ടിയിട്ടുള്ളത് ആണ്, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച്. വിദ്യാർത്ഥികളുടെ ലോകത്ത് നന്നായിട്ട് വരസാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. ഒരുപാട് കുട്ടികൾക്ക് IAS ഒക്കെ ലഭിക്കട്ടെ. ഇതാണ് അങ്ങേക്ക് ഇനി അങ്ങയുടെ സ്ഥാപനത്തിലേക്ക് പോകാനുള്ള വഴി. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ബാബു സെബാസ്റ്റ്യനാണ്, നിങ്ങൾക്കറിയുന്ന വേദിക് അക്കാദമിയുടെ ചാൻസലറാണ് അദ്ദേഹം. അതിനുപരി MG സർവകലാശാലയുടെയും അതേപോലെ കണ്ണൂർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായിരുന്നു. കുറേ കാലമായി അക്കാദമി രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധനാണ്, വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ് ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ.